ഹലോ ഓൾ. അങ്ങനെ വലിയൊരു ഗ്യാപ്പിന് ശേഷം കൊമ്പന്മാർ ഹോമില് 10-ാം തീയതി മുഹമ്മദീൻ FC-ക്കെതിരെ നമ്മുടെ സ്റ്റേഡിയത്തിൽ പന്ത് തട്ടുകയാണ്. സോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതേപടി തന്നെ മുമ്പോട്ട് പോകുന്നു. പ്രൊട്ടസ്റ്റ്, പ്രതിഷേധം, കാര്യങ്ങൾ, മാഗ്നം ഔട്ട്, മാനേജ്മെന്റ് ഔട്ട്, അബിക് ഔട്ട്, കരോളിനസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുമ്പോൾ എന്തായാലും ഒരു ഹോം മത്സരം കൂടി എത്തുകയാണ്. അപ്പോ ഹോം മത്സരത്തിന് സ്റ്റേഡിയത്തിൽ വരുന്നതിനോ കളി കാണുന്നതിനോ ഒന്നും യാതൊരു എതിർപ്പും ഒരു ഫാൻസ് വിങ്ങുകളും പ്രകടിപ്പിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാവുന്നതാണ്. നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാ സ്റ്റാൻഡുകളിലും എല്ലാ ഫാൻസ് വിങ്ങുകളും ചാൻഡിങ്ങും അറ്റ്മോസ്ഫിയർ ക്രിയേഷൻസും ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അത് ഓരോ ഫാൻസ് വിങ്ങുകളുടെ തീരുമാനമാണ്. സോ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകർ എന്ന നിലയിലും അതിനെ മാനിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ഫാൻസ് വിങ്ങുകളും പ്രതിഷേധിക്കുന്നത് നമ്മുടെ ടീമിന് വേണ്ടി തന്നെയാണ്, ടീമിന്റെ മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ടീം ഒരിക്കലും ഇല്ലാതെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ISL ഉള്ള മറ്റു ടീമുകൾക്ക് മുന്നിൽ ഒരു എന്താ പറയാ താഴേക്കിടയിലേക്ക് നമ്മുടെ ടീം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാനേജ്മെന്റിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന പോലെ, ഫാൻസ് ഡിസേർവ് ചെയ്യുന്നത് പോലെ ഒരു ടീമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ്. സോ അപ്പൊ അതിൽ എല്ലാ ഫാൻസ് വിങ്ങുകളും പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും നമ്മളെല്ലാവരും ഉണ്ടാവും കളി കാണാൻ. പിന്നെ നമ്മൾ മാത്രമല്ല, CK വരുന്നുണ്ട്, ഒപ്പം മുഹമ്മദ് റാഫി വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ അവരുമായിട്ട് സംസാരിക്കാം, സെൽഫി എടുക്കാം, അവരോടൊപ്പം കളി കാണാം. ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയിപ്പോ 2 മത്സരങ്ങൾ കൂടെ ഉള്ളൂ നമുക്ക് ഹോമിൽ. ഈ സീസൺ തീരുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ എങ്ങും എത്താൻ പറ്റാതെ മറ്റൊരു സീസണും കൂടി കടന്നു പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് സീസണിൽ നമുക്ക് ഗുണം ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റേഡിയത്തിൽ കാണാം. കളി ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം മുഹമ്മദീൻസ് ആണല്ലോ. അപ്പൊ മുഹമ്മദീൻസ് കറണ്ട് സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും പെർഫോമൻസ് ബേസ് ഒരുപാട് താഴെ ആയതുകൊണ്ട് നമുക്ക് ജയിക്കാം. പിന്നെ നമ്മൾ വൃത്തിക്ക് ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല പ്ലെയേഴ്സ് ഇപ്പോൾ ഉണ്ട്, നല്ല മാനേജർ ഉണ്ട്, നല്ല ടാക്ടിക്സിലാണ് ഇപ്പോൾ കളി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കളി ജയിക്കും എന്ന് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് മത്സരം ഗോവയായിട്ടാണ്. അപ്പോൾ ബിരിയാണി FC-നെയൊക്കെ 3-2 രവയിൽ കയറി അടിച്ചെങ്കിൽ ഗോവയും നമുക്ക് അടിക്കാം. അത് നമ്മുടെ ഹോമിലാണ് കളി. അപ്പൊ എന്തായാലും എല്ലാവരും എത്തുക, കളി കാണാൻ എത്തുക. ഇനി നമുക്ക് 2 മത്സരങ്ങളേ ഉള്ളൂ. മാക്സിമം ആളുകൾ കളി കാണാൻ വരാൻ കഴിയുന്നവരൊക്കെ എത്തുക. സ്റ്റേഡിയത്തിൽ കാണാം. താങ്ക് യു.